നമുക്ക് അടിപൊളി ഒരു ബീഫ് കറി വെച്ചാലോ? ഞാനൊരു ഫ്രഷ് 10 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ട് കഴുകി കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് ആവശ്യത്തിനായ മസാല ഇടുക. മീറ്റ് മസാല, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ലൈറ്റായിട്ട് ഇട്ടിട്ട് കുക്കറിനകത്ത് 4 വിസിൽ കേൾക്കാൻ വേണ്ടി വെക്കുക. ഉരുളി ഒന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിനകത്തോട്ട് കോക്കനട്ട് ഓയിലും അതേപോലെ തന്നെ ഗരം മസാല ഇടുക. ഓൾ ഗരം മസാല, ഗ്രീൻ ചില്ലി, അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഒനിയനും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. കുറച്ച് കറി ലീഫ് ഇട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒനിയൻ ഒന്ന് ബ്രൗൺ കളർ ആവണം. ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതിന് ശേഷം കുറച്ച് കുക്ക് ചെയ്യണം, ആ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് മസാല ഇടണം. മീറ്റ് മസാല, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആ പച്ചപ്പൊന്ന് മായതിനു ശേഷം നമുക്ക് ടൊമാറ്റോ ഇടണം. ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചൊരു ബീഫുണ്ട്, ആ ബീഫ് ഇതിനകത്തോട്ട് തട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഏകദേശം ബീഫ് കറിയിൽ ഒരു പരുവായിട്ടുണ്ട്. ആവശ്യത്തിന് കുരുമുളകും ഉപ്പ് ഇടുക. എന്നിട്ട് ഞാൻ ഒരു മാജിക് ടേസ്റ്റിന് വേണ്ടി ഒരു സാധനം ഇടുന്നുണ്ട്, അതൊരു സീക്രട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് ഒന്ന് ബീഫ് കറി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാലും അതേപോലെ തന്നെ കോക്കനട്ട് ഓയിലും കുറച്ച് താളിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ബീഫ് കറി റെഡിയാണ്. ബീഫ് കറി എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ?